ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ഇതാ സീസൺ 7 എത്തുകയാണ്. പുതിയ സീസണിൻ്റെ ലോഗോയൊക്കെ ഏഷ്യാനെറ്റ് ഉടനടി പുറത്തുവിടുക തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 തകർക്കുമെന്നാണ് സാധ്യത. അപ്പോൾ വരുന്നത് ഇവരോ എന്ന് നിങ്ങൾ തന്നെ ചോദിക്കും. കാരണം രേണു സുധി മുതൽ പെരേരയും നിള വരെ പട്ടികയിൽ മുൻപന്തിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ആരൊക്കെയാകും ഇത്തവണ മത്സരിക്കാൻ എത്തുക എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. സിനിമ സീരിയൽ മേഖലകളിൽ നിന്നുള്ളവരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും താരങ്ങളും എല്ലാവരുടെ പേരുകളും ഇപ്പോൾ ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് പറയുന്നത് സോഷ്യൽ മീഡിയ താരവും അതുപോലെ തന്നെ അന്തരിച്ച മിമിക്രി കലാകാരനുമായിട്ടുള്ള കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുടെ പേരാണ് സാധ്യത പട്ടികയിൽ മുൻപന്തിയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിലൊന്നാണ് രേണുവിൻ്റേത്. രേണുവിൻ്റെ റീൽ വീഡിയോകളും ആൽബങ്ങളും എല്ലാം വളരെയധികം ഇപ്പോൾ വൈറലാണ്. അതുപോലെ തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ബിഗ് ബോസ് തനിക്ക് ഇഷ്ടമാണെങ്കിലും ഇതുവരെ ബിഗ് ബോസിൽ നിന്നും തന്നെ വിളിച്ചിട്ടില്ലെന്നാണ് രേണു തുറന്നു പറഞ്ഞത്. എന്നാൽ വിളിച്ചാൽ തീർച്ചയായും പങ്കെടുക്കുമെന്നും രേണു വ്യക്തമാക്കിയിരുന്നു. പച്ചവീട്ടിൽ പ്രശ്നേഷ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ രോഹിത്താണ് മറ്റൊരാൾ. ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വൈറലായ താരമാണ് രോഹിത്. അടുത്തിടെ അയാൾക്കെതിരായി അമ്മയും സഹോദരിയും രംഗത്തെത്തിയതും വലിയ ചർച്ചയായിരുന്നു. കാശിന്റെ കണക്ക് പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും സ്വർണം ചോദിച്ച് പ്രശ്നമുണ്ടാക്കിയെന്നും അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. ഇത് സംബന്ധിച്ച് പ്രശ്നേഷ് നൽകിയ വിശദീകരണങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ കുറേ ദിവസങ്ങളോളം കത്തി നിന്നിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളിൽ ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന സംശയമാണ് ചിലർ ഉയർത്തിയത്. സമാന രീതിയിൽ സോഷ്യൽ മീഡിയ പ്രശ്നങ്ങളുടെ പേരിൽ വൈറലായ നെക്സ്റ്റ് ആളാണ് പ്രണവ് കൊച്ചു. ഇത്തവണത്തെ സീസണിൽ ഉണ്ടായേക്കുമെന്നാണ് ചിലരുടെ പ്രവചനം. പ്രണവും സഹോദരനുമായ പ്രവീണും തമ്മിലുള്ള തർക്കമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത്. ബിഗ് ബോസ് മാത്രം ലക്ഷ്യം വെച്ച് കുടുംബ പ്രശ്നം ചർച്ചയാക്കിയതാണോ എന്ന സംശയം സോഷ്യൽ മീഡിയയിൽ പലരും പങ്കിട്ടിരുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോഡലും മീഡിയയിൽ പലരും മോഡലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസിക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ബിഗ് ബോസിൽ അവസരം കിട്ടിയാൽ താൻ തീർച്ചയായും പങ്കെടുക്കുമെന്ന് മുൻപ് ജാസിയും തുറന്നു പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വ്ളോഗറായിട്ടുള്ള അലിൻ ജോസ് പെരേരയും പുതിയ സീസണിൽ എത്തിയേക്കുമെന്നാണ് ചില പ്രവചനങ്ങൾ. സോഷ്യൽ മീഡിയയിൽ അലിൻ ജോസിനെ അറിയാത്തവർ കുറവായിരിക്കും. വിവാദങ്ങളുടെ തോഴൻ കൂടിയാണ് പെരേര. ഫിറ്റ്നസ് ട്രെയിനറായ ദിൽസൺ എം ഇക്ബാലിന്റെ പേരും ചർച്ചയാകുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ സീസണിൽ ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോ ആയിരുന്നു കപ്പടിച്ചത്. തുടക്കത്തിൽ വലിയ വിമർശനങ്ങളും നേരിട്ട താരം വളരെ പെട്ടെന്നായിരുന്നു ഒരു വിഭാഗം ആരാധകരുടെ പിന്തുണ നേടിയെടുത്തത്. സീരിയൽ രംഗത്തു നിന്നും ഇത്തവണ അനുമോളുടെ പേരാണ് സാധ്യതാ പട്ടികകളിൽ ഇടം പിടിച്ചിട്ടുള്ളത്. സിനിമാ രംഗത്ത് നിന്ന് നടൻ റോഷൻ, ജിഷിൻ മോഹൻ എന്നിവരുടെ പേരുകളും ഉണ്ട്. നടി അഞ്ജന മോഹൻ, ഡാൻസറും ഡോക്ടറുമായ ജാനകി ഓംകുമാർ, ഗായിക ഫൗസിയ റഷീദ്, അവതാരികയായ മസ്താനി മെഹർ ഫാത്തിമ, റാപ്പ് സിംഗർ വിശ്വദേവ്, നാഗസൈരന്ദ്രി, വ്ളോഗർ ഉണ്ണിക്കണ്ണൻ മംഗൾഡാം, നിള നമ്പ്യാർ എന്നിവരുടെ പേരുകളും ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ ആരൊക്കെയാണ് ഇത്തവണ സീസണിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.